രാവിലെ ജലദോഷവും പശയും തീർന്ന്. ഈ പൊട്ടന് ചെവിയും കേൾക്കില്ലെന്നാവോ സാറേ? പൊട്ട സാറേ. ആരുടെ പൊട്ടൻ? പൊട്ടനല്ലേ? അല്ല, ഇവിടുന്ന് ഞാൻ ബില്ല് കൊണ്ട് അവിടെ വരുമ്പോൾ അവിടെയാണ് പൊട്ടൻ. ഇവിടെ ഞാൻ പൊട്ടനൊന്നുമല്ല. സാർ എന്ത് പണിയാണ് കാണിച്ചത്? സാർ ആ ബില്ല് അവിടെ കണ്ടെടുത്ത് തന്നത് അങ്ങ് ഓടി രക്ഷപ്പെട്ടല്ലേ? ഇവിടുന്ന് ബില്ല് അവിടെ കൊണ്ടുവരിക, ഉടനെ തിരിച്ച് മിണ്ടാതെങ്കിൽ വരിക. അല്ലാതെ നിങ്ങളുടെ പരാതി ഒന്നും കേൾക്കേണ്ട കാര്യം നമുക്കില്ല. സാറേ ഇതിപ്പോൾ ഒരു പരാതി തന്നെയാണ്. കാരണം ഇത്രയും കൂടുതൽ പൈസ ഈ ബില്ലിൽ വരാൻ ഒരു സാധ്യതയില്ല. സാധ്യത ഉണ്ട്. ഇപ്പം കരമൊക്കെ കൂടിയല്ലോ, അപ്പോൾ സാധ്യത കൂടും. സാർ ഇത് ഒന്ന് കുറച്ച് തരണം സാർ. എന്ത് കുറയ്ക്കണം? കരം കുറയ്ക്കണം. കരം കുറച്ച് ഇവിടെ വെച്ചങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി കരം. എന്നാൽ പിന്നെ അത് കുറച്ച് തരും സാറേ. കുറച്ച് തരുന്നേക്കതോ അവിടെ ബിൽ കളക്ടർ അവിടെ ഇരിപ്പുണ്ട്, അങ്ങോട്ട് ചെല്ല്. അവർ കുറച്ച് തരും അല്ലേ? കുറച്ച് തരും. അത്ര എളുപ്പമാണ്? ഭയങ്കര എളുപ്പമാണ്. ഇവിടുന്ന് 5 അടിയുള്ളൂ ഇവിടെ. കുട്ടിയെ ഇതിലേ കുറച്ച് പൈസ കൂടുതൽ, അതൊന്ന് കുറക്കി. നിങ്ങൾക്ക് ഇരിക്കാനാണ് അവിടെ കസേര ഇട്ടിരിക്കണേ. ശരിയാണല്ലോ. മേശയില കയറി ഇരിക്കണേ. അത് കലക്ടറാ? തൊടുമ്പോഴേക്കും വീണ കലക്ടറാണല്ലോ. 4500 രൂപ എടുക്കും. 4500 രൂപ ഇല്ല. അപ്പൊ പൈസ അടക്കണ്ടേ? പൈസ അടക്കണം. അപ്പൊ തരൂ. ഇത്രയും കൂടുതൽ പൈസ അടക്കാനില്ല. അത് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിട്ടാണല്ലോ ഇപ്പൊ വന്നത്. ഇത് അത്ര കൂടുതലൊന്നുമല്ല. 5000-ന് മുകളില് ടാക്സ് അടക്കുന്നവരുണ്ട്. അടക്കുന്നവരുണ്ട്, അതെനിക്കറിയണ്ട. നിങ്ങൾക്ക് ഇത് വലിയ പൈസ ആവില്ല, പക്ഷെ എനിക്കിത് വലിയ പൈസയാണ്. എന്റെ ഒരു ചെറിയ വീടാണേ. പക്ഷെ പൈസ അടച്ചാലാണ് കുറയ്ക്കാൻ പറ്റുള്ളൂ. പൈസ ഞാൻ അടച്ചു, നിങ്ങൾ കുറച്ചില്ലെങ്കിലോ? അത് തിരിച്ചെനിക്ക് തന്നില്ലെങ്കിലോ? അതിപ്പോ എനിക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. ഞാനല്ലല്ലോ കുറയ്ക്കുന്നത്. കണ്ട ഇപ്പൊ തന്നെ വാക്ക് മാറിയില്ലേ. ഇതാ ഞാൻ പറയണേ, പൈസ അടക്കാൻ പറ്റില്ല. ഇപ്പൊ ഇത് കുറയ്ക്കണോ? കുറയ്ക്കണം. അത് കുറയ്ക്കാൻ വേണ്ടിയല്ലേ ഞാൻ വന്നത്. അപ്പൊ ഈ 4500 രൂപ അടയ്ക്കണം. പിന്നെ അതന്നെ പറയണ്ടത്. എന്നിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാം. എന്റെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഇല്ല? ഇല്ല. ഉറപ്പ്? എനിക്കത് കുറച്ച് തരണം. കുറച്ച് തന്നിട്ടുള്ള പൈസ എത്ര വെച്ചാൽ ഞാൻ കേട്ടാ. അപ്പൊ ഇതിനെ പറ്റി കൂടുതലൊന്നും ഇനി എന്നോട് ചോദിക്കണ്ട. പഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിച്ചാൽ. സെക്രട്ടറി അവിടെ ഉണ്ട്. എവിടെ? അവിടെ ഉണ്ട്, പോയി കണ്ടോളൂ. കുട്ടി എടുത്തേ? ഞാൻ എവിടത്തെങ്കിലും ആയിക്കോട്ടെ, എന്തിനാ? അല്ല, ഞാൻ കണ്ട പോലെ ഉണ്ടേ. ഭാസ്കരന്റെ മാളിട്ടാണോ? അല്ല. ഭാസ്കരന്റെ മാളില്ലല്ലോ. പറ്റിച്ചതാ. ഹലോ, പഞ്ചായത്ത് സെക്രട്ടറി? പഞ്ചായത്ത് സെക്രട്ടറി സാറാണല്ലേ? പിന്നെ എന്താ അവിടേക്ക് തിരിഞ്ഞിരിക്കണത്? അത് ഈ വാസ്തുശാസ്ത്ര പ്രകാരം ഇങ്ങോട്ടിരിക്കണാണ് ഉത്തമം. അതെന്തായാലും നന്നായി സാറേ. ആരെങ്കിലും പുറത്തുനിന്ന് വരുമ്പോഴേ വേഗം തിരിച്ചു പോയിക്കോളൂ. അതെ. ഒരു പരാതിക്കാരും ഉണ്ടാവില്ല. അതെ. അതിപ്പോ സാറേ, ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്. എന്താ? ഒരു 4500 രൂപയുടെ ബില്ല് എന്റെ തലയിൽ വന്ന് വീണു. എന്നിട്ട് പൊട്ടിയ? എന്ത് തല പൊട്ടിയൊന്നുമില്ല, പക്ഷെ എന്റെ ബോധം പോയി സാറേ. എനിക്ക് ബോധം വരുമ്പോ വാ. ബോധം വന്നു. ഞാനിപ്പോ ഈ 4500 രൂപ ഇതൊന്നും കുറയ്ക്കാതെ പാകില്ല. ഇത് നികുതി അടയ്ക്കാനുള്ളതല്ലേ? അതെ. അല്ല, ജപ്തി നോട്ടീസ് ഒന്നും അല്ലല്ലോ. ജപ്തി നോട്ടീസ് ഒന്നും അല്ല. നിങ്ങളുടെ കെട്ടിടത്തിന്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് നികുതി അടയ്ക്കേണ്ടത്. എന്റെ കെട്ടിടത്തിന് അതിന് കുഴപ്പമൊന്നുമില്ല, നല്ല സ്വഭാവമാണ്. നിങ്ങളുടെ കെട്ടിടം ഷോപ്പ് അടക്കമുള്ളതാണോ? ഷോപ്പ് എന്നൊന്നും പറയാൻ വയ്യ സാറേ. ഒരു പെട്ടിക്കട. ഈ മോരുമ്പള്ളവും സർബത്തും കുലുക്കി സർബത്ത് അങ്ങനെയൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. വീടിനോടൊപ്പം ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ നികുതി കൂടുതൽ അടക്കേണ്ടി വരും. അതാണ് ഈ 4500 രൂപ. അല്ല സാറേ, അല്ല ഇതിപ്പോ ഒരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു ചെറിയ കച്ചവടമല്ലേ, മോരുമുള്ള കച്ചവടം. എന്നാലും ഇത് കുറച്ച് അന്യായമായി പോയി സാറേ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടി കുറച്ചിട്ട് ഒന്ന് കുറച്ച് തരൂ സാർ. നിങ്ങളുടെ വലതുവശത്തിരിക്കുന്ന ഫയൽ എടുക്ക്. അതിനടിയിലുള്ളതാണ് അപ്പീൽ ഫോം. അത് ഫില്ല് ചെയ്തിട്ട് ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കണം. ആണോ?
ഫ്രണ്ട് ഓഫീസിൽ കൊടുത്താൽ മതി അല്ലേ? ഫ്രണ്ട് ഓഫീസിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ കരം അടയ്ക്കുന്നതിൻ്റെ ബാക്കി അത് കുറയ്ക്കാൻ പറ്റുമില്ല എന്നൊക്കെ നോക്കാം. ആ അത് ശരി ശരി. ശരിയാവും. സാറേ, ആ, സാറിൻ്റെ വീട് എവിടെ? താമരശ്ശേരി. താമരശ്ശേരി. അവിടെ ഒരു രാജശേഖരൻ അറിയൂ? താമരശ്ശേരി രാജശേഖരൻ്റെ അച്ഛനാണോ? ആര്? നിങ്ങൾ? അല്ല. ഓ, അയാൾക്ക് അച്ഛനില്ല. സാറേ, ഈ വാസ്തുശാസ്ത്ര വിധിപ്രകാരം കസേര അങ്ങോട്ട് തിരിച്ചിട്ട് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് കസേര മാറ്റിയിട്ടിട്ട് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതാ.